ഫ്രണ്ട്സ്, ഇതാ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. അപ്പം ഞാൻ പോട്ടുകൾ ഇന്നലെ സെറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ നിൽക്കുന്ന റോസ് എല്ലാം വാടി. ഇന്നലെ ഒന്നും വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞില്ല, ഇതിങ്ങനെ അടുക്കി വച്ചേക്കുന്നത് കാരണം. അപ്പോൾ ഞാൻ ഇതാ ഇന്ന് ഇത്രയും അടുക്കിക്കൊണ്ടേ നിൽക്കണം. നല്ല വെയിൽ, വേർത്ത് ഒരു പരുവമായിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത്രയും ഒതുക്കി അവിടെ അത്രയും ഭാഗത്തെ വയ്ക്കുന്നുള്ളെന്ന് വിചാരിക്കുന്നു. ഇനിയും ടബുകൾ വയ്ക്കാനുണ്ട്, എന്ത് ചെയ്യട്ടെന്നാണ് ആലോചിക്കുന്നത്. എന്നാലും ഇത്രയെങ്കിലും വളരോ ഇല്ലെന്ന് നോക്കിയിട്ടേ ബാക്കിയുള്ള പോട്ട് വയ്ക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ കഴുകി എല്ലാം പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇല്ലാത്തതുപോലെ നിൽപ്പുണ്ട്. അതങ്ങ് ഇല്ലാതായി പോവുകയാണെങ്കിൽ അതിൽ സെറ്റ് ചെയ്താൽ മതിയല്ലോ. നമ്മൾ വേറെ പോട്ടിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ദിവസം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പോട്ടിലേക്കൊക്കെ വയ്ക്കുന്നുള്ളൂ. എന്നാലും കുറച്ച് ഒഴിഞ്ഞ പോട്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. അത് സ്പേസ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്ലാന്റ്സ്, ലോട്ടസുകൾ ഒരു ആരോഗ്യമില്ല, ഒന്നും ഇല്ലാത്തതുപോലെയൊക്കെ നിൽക്കുന്നത്. അത് എത്രത്തോളം വളരുമെന്നുള്ള അറിയില്ല. വളരുവാണെങ്കിൽ മാത്രമേ ഞാൻ അതിൽ ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ട്യൂബർ ഒന്നുകൂടെ മണ്ണും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രത്യേകം വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ്. നല്ല പണിയാണ് കേട്ടോ ഇത്. നല്ല വെയിലും കൂടെ ആണെങ്കിൽ നമ്മളങ്ങ് തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കിയൊക്കെ വാങ്ങിയത് നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ട് തോന്നത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കൊണ്ട് ഇതിൻ്റെ പുറകിലേ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് പോയി, ഇനി ഉള്ളതും കൂടെ പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ടെറസും ഒന്ന് ക്ലിയർ ചെയ്യണം. ടെറസും ഇല്ലാതായാൽ അതും പ്രശ്നമല്ലേ. അങ്ങനെയാണ് ഞാനിതിപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്യുന്നത്. കണ്ട, എല്ലാം അടുക്കി കഴിഞ്ഞു. ഇനി ഇവിടെ ഇത്രയും ഭാഗം കൂടെ അടുക്കാനേ ഉള്ളൂ. എന്നിട്ട് ഈ സൈഡ് ഇന്നലെ കഴുകാനായിട്ട് പറ്റിയില്ല, ഇങ്ങനെ നീക്കി വെച്ചത് കാരണം. അപ്പോൾ ഇവിടെ ഒന്ന് അടിച്ച് വാരി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങ് പൊയ്ക്കുള്ളൂല്ലോ. അങ്ങനെ അത്രയും ചെയ്യാമെന്ന് വിചാരിച്ച് ചൂല് എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണ്. എല്ലാത്തിലും ഇപ്പോൾ കുറേശ്ശെ വെള്ളമേ ഉള്ളൂ കേട്ടോ. പിടിക്കുവാണെങ്കിൽ മാത്രമല്ലേ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി. അങ്ങനെ ഇപ്പോൾ വെച്ചേക്കുവാണ് എല്ലാം. മഴ പെയ്യുവാണെങ്കിൽ മഴവെള്ളവും കൂടെ വീഴുമല്ലോ. അങ്ങനെ ഇപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇനി എല്ലാത്തിലും വെള്ളം ഒഴിക്കണം. ഒത്തിരി പണിയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. വെയിലാകുന്നേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതിപ്പം നല്ല വെയിലായി, 10 മണിയൊക്കെ കഴിഞ്ഞില്ലേ. നല്ല വെയിലായി, വേർത്ത് ഒരു പരുവത്തിലാണ്. ഇന്നലെ അതുപോലെ തന്നെ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്പം ഒരു സമാധാനമുണ്ട്. പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമുക്ക് അല്പം ഒരു സമാധാനമുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചല്ലോ, ടെറസ് ഒന്ന് വൃത്തിയായല്ലോ എന്നൊരു മനസമാധാനമുണ്ട്. ഞാനിപ്പോൾ മറ്റുള്ള പ്ലാന്റ്സും കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നമുക്ക് എപ്പോഴും താമര പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പ്ലാന്റ്സും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കലാത്തിയ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ, വെയിൽ കിട്ടാത്ത പ്ലാന്റ്സുകളാണ്. എനിക്ക് താഴെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വെയിലൊന്നും വേണ്ടാത്ത പ്ലാന്റ്സുകൾ മാത്രമേ എനിക്ക് വയ്ക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ പ്ലാന്റ്സും കൂടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വീഡിയോസും കൂടെ വരും. ഞാൻ വാങ്ങി വയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള പ്ലാന്റ്സും ഉണ്ട്, പക്ഷേ അതൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ. അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ഉണ്ട്. നമുക്ക് എപ്പോഴും ട്യൂബേഴ്സ് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാമില ലവ് കണ്ട അവിടെ നല്ലവണ്ണം വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. 2ാമത്തെ ദിവസമായപ്പോൾ ഉള്ള ഒരു ഇതാണ്. കണ്ട 2ാമത്തെ ദിവസമായപ്പോൾ അതിൻ്റെ ഷേപ്പേ അങ്ങ് മാറി. കണ്ട, നല്ല ഭംഗി. വണ്ടുകളെല്ലാം വന്നിരിപ്പുണ്ട്. തേനീച്ച കണ്ട. അടുത്ത ബഡ് ഇത്. ഇവിടെ വേറൊരു ബഡും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇവിടെ ഒരു ബഡ് അങ്ങനെ നിൽപ്പുണ്ട്. ഇതിനെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം. എല്ലാ പ്ലാന്റ്സും ഇതുപോലെ 2-3 പൂക്കൾ തന്നിട്ട് അങ്ങ് പോകുന്ന ഒരവസ്ഥയാണ്. അതാണ് എനിക്കൊരു നല്ലൊരു വിഷമമായി പോയത്. ഞാൻ ഇത്രയും പാടുപെട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് എല്ലാം ചെയ്ത് വയ്ക്കുമ്പോൾ അതിനൊരു ഫലമില്ലാതെ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് ഇത്രയും ടബുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തന്നെയും 10 കൂടുതൽ പോട്ടുകൾ വലുത്, ആ നീല ടൈപ്പും അല്ലാത്ത വലുതും, അങ്ങനെ 10ഓളം ടബുകൾ അങ്ങ് താഴെ ഉണ്ട്. ഇനി ഇവിടെ ഇതൊന്നും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ടബുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ, ട്രിവാൻഡ്രത്തുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാനിനി ആ പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടും. ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും. അത് സെറ്റ് ചെയ്തിട്ട് അതും കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം.
പുതുതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.